വെൽക്കം ടു മൈ ചാനൽ. ഗുരുവായൂർ അമ്പലത്തിലേക്കൊരു ട്രിപ്പ് പോവാണ്. ഞാനും ഹസ്ബൻഡും 2 കുട്ടികളായിട്ട്. രാവിലെ എഴുന്നേറ്റു. ഇപ്പോൾ കോഫി ഉണ്ടാക്കാൻ പോവാണ്. കുട്ടികൾക്കുള്ള ഫുഡ് റെഡിയാക്കാൻ പോവാണ്. അതിന് ഞാൻ റാഗിയാണ് എടുത്തിരിക്കുന്നത്. റാഗി പൗഡറും ജാഗരി പൗഡറും വെച്ചിട്ട് കുറുക്കുണ്ടാക്കും. ഞാൻ ഈ കുട്ടികൾ ഉറങ്ങുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എഴുന്നേറ്റ് വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ സ്ട്രെസ് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യവും നടക്കില്ല. ഭയങ്കര കുട്ടികൾ സമ്മതിക്കില്ല. അവർ കൂടി ഇരിക്കണം. ഒരാളെ എടുക്കുമ്പോൾ അടുത്ത ആളെയും കൂടി എടുക്കണം. അപ്പോൾ 2 ആളെയും കൂടെ ഒരുമിച്ച് എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് ചെറിയ 2 കുട്ടികളുള്ള മദേഴ്സിന് മനസ്സിലാവും. അപ്പം ഈ 2 ചെറിയ കുട്ടികളെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് സത്യത്തിൽ കുറച്ച് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മളത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഒരു മാനേജ് ചെയ്യാൻ പറ്റും. സ്ട്രെസ് ഉണ്ടാവും, പക്ഷെ എന്നാലും കുറച്ചും കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാം. പിന്നെ അതിനിടയിൽ വർക്ക് ചെയ്യാം. അതിൻ്റെ വർക്കൊക്കെ ഞാൻ മാക്സിമം അവർ ഉറങ്ങുന്ന സമയത്തും അവർ കളിക്കുന്ന സമയത്തും ഒക്കെയാണ് ചെയ്യുന്നത്. കുറച്ച് ഡിഫിക്കൽട്ടാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീട് ഭയങ്കര അലമ്പായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു നെഗറ്റിവിറ്റിയാണ്. പക്ഷെ നല്ല നീറ്റായിട്ട് കിടക്കുകയാണെങ്കിൽ ഭയങ്കര സുഖമാണ് അല്ലേ. എനിക്ക് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ ചെറുതായിട്ട് ഭയങ്കര ക്ലീനിങ് ഒന്നും അല്ലെങ്കിലും ജസ്റ്റ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക, ജസ്റ്റ് തൂക്കുക, അങ്ങനത്തെ മിനിമം ക്ലീനിങ്. അതുപോലെ പാത്രമൊക്കെ സിങ്കിലുണ്ടെങ്കിൽ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്, ഫുഡ് ഉണ്ടാക്കുക. പിന്നെ ഞങ്ങൾക്കുള്ള ഫുഡ് ഞങ്ങളിന്ന് പുറത്തുനിന്ന് ഓർഡർ ചെയ്യുക ചെയ്യുന്നത്. കാരണം എനിക്ക് എല്ലാം കൂടെ പറ്റത്തില്ല. അപ്പം കുട്ടികൾക്കുള്ളത് മാത്രം ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്കും ശങ്കൂസിനുമുള്ള ഫുഡ് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യും. വൃത്തിയാക്കിയാലും ഇതിങ്ങനെ കിടക്കുള്ളൂ. കാരണം കുട്ടികൾ എപ്പോഴും കളിക്കുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ എന്തായാലും അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും ടോയ്സ്. ചിലപ്പോൾ ബാൽക്കണിയിലായിരിക്കും, ചിലപ്പോൾ ബെഡ്റൂമിലായിരിക്കും. അങ്ങനെ പല പല സ്ഥലങ്ങളിലായിട്ടാണ് അവരുടെ ടോയ്സ് കിടക്കുന്നത്. അപ്പം എപ്പോഴും ഇത് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളത് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്നാലും ഞാനത് ചെറിയ രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. എനിക്ക് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് തുടങ്ങണം. ഡ്രസ്സൊന്നും പാക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഡ്രസ്സ് പാക്ക് ചെയ്യണം, കുട്ടികളുടെ ടോയ്സ് പാക്ക് ചെയ്യണം, അതുപോലെ അവരുടെ സ്നാക്സ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ കുറേ പാക്കിംഗ് ഉണ്ട്. അതൊന്നും ഞാൻ തുടങ്ങിയിട്ട് പോലും ഇല്ല. ജസ്റ്റ് ഞാൻ എൻ്റെ വർക്ക് ഒന്ന് ഫിനിഷ് ചെയ്തു, അത്രേ ഉള്ളൂ. പാക്കിങ്ങിലേക്ക് കയറുവാണ്. പാക്കിങ്ങിന് ഞാൻ അത്യാവശ്യമായിട്ട് എടുത്തിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കാണിക്കാം. അത് ഏറ്റവും ആദ്യം എടുത്തത് കൊച്ചുങ്ങളുടെ ടോയ്സാണ്. അവിടെ ചെന്നിട്ട് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടോയ്സ്. മോളുടെ സോഫ്റ്റ് ടോയ്സും എടുത്തിട്ടുണ്ട്, മോനുള്ള കുറച്ച് കാറുകളും അങ്ങനത്തെ കുറച്ച് ടോയ്സിൻ്റെ സെക്ഷൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മാറ്റി വെക്കാം. പിന്നെ ഇത് സ്നാക്സ് ബോക്സ് ആണ്. പോകുന്ന വഴിയൊക്കെ സ്നാക്സ് കഴിക്കാൻ, വിശക്കൊക്കെ ആണെങ്കിൽ സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്നാക്സ് ആണ്. പിന്നെ ഉള്ളത് ബോട്ടിലിനകത്ത് വെള്ളമുണ്ട്, ദാഹിക്കുമ്പോൾ കുടിക്കാൻ. പിന്നെ ഒരു പാസിഫയർ, റൈപ്സ്, ഫോംല മിൽക്ക്, ഒരു ജോഡി നൈറ്റ് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എക്സ്ട്രാ ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട്, ഇടാൻ പറ്റിയ പോലത്തെ നല്ല ഡ്രസ്സ്. അത് ഞാനൊരു കവറിനകത്തേക്ക്, കാരണം മുഷിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതെന്ന് പറഞ്ഞാൽ ഓരോ ജോഡി എക്സ്ട്രാ ഡ്രസ്സ് ട്രാവൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് ആക്സസിബിൾ ആവുന്ന ഒരു സ്ഥലത്ത് വെക്കും. കാരണം മോന് മോഷൻ സിക്നെസ്സിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അവൻ വൊമിറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് എടുത്തിട്ടിടാൻ വേണ്ടിയിട്ട്, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെടുക്കുന്നുണ്ട്. അത്രയാണ് പിള്ളേരുടെ സെക്ഷൻ. ഓൾമോസ്റ്റ് ഡണ്ണായി. പിന്നെ മോൻ്റെ ഒരു ബോട്ടിലും ഉണ്ട്, അതും എടുക്കും. പിന്നെ അടുത്തത് ഞങ്ങളുടെ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൽ ഇടാൻ പറ്റിയ പോലത്തെ ഒരു നല്ല ഡ്രസ്സ് ഞങ്ങളുടെ 2 പേരുടെ. പിന്നെ എക്സ്ട്രാ ഒരു ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. കുട്ടികളുള്ളതുകൊണ്ട് എന്തായാലും മുഷിയാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ എക്സ്ട്രാ ഡ്രസ്സ് കരുതാറുണ്ട്. പിന്നെ നൈറ്റ് ഡ്രസ്സും എടുത്തു. അന്ന് നൈറ്റ് സ്റ്റേ ചെയ്യുമ്പോൾ ഇടാൻ പറ്റിയ ഒരു നൈറ്റ് ഡ്രസ്സും എടുത്തു. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ പാക്ക് ചെയ്യാൻ പോവാണ്. അങ്ങനെ എല്ലാവരും റെഡിയായി. ഞങ്ങൾ
പതുക്കെ ഇറങ്ങുകയാണ്. ഞാൻ വേറൊരാളെ കൂടെ കാണിച്ചു തരാം. എടാ സ്പൈക്ക, സ്പൈക്ക, ഇത് ഞങ്ങളുടെ സ്പൈക്കൻ. ഇവനെ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ടാണ് ഞങ്ങൾ പോണത്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ആള് വന്നോളും, പക്ഷെ എന്നാലും അവനൊരു നോക്കട്ടെ, എല്ലാവരും നോക്കട്ടെ. അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടാടാ. ടാറ്റ ടാറ്റ പൈക്ക, ടാറ്റ ടാറ്റ പോവാണേ.